മാതാവിൻ്റെ ഈ തിരുസന്നിധിയിൽ തിരുക്കുമാരൻ്റെ മുൻപിൽ സാക്ഷ്യം പറയുവാനായിട്ടുള്ള അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. ഞാൻ ഡോക്ടർ ജസ്റ്റിസ്, ട്രിവാൻഡ്രത്ത് തൈക്കാട് ഇടവകയിൽ നിന്നാണ് വരിക. ഞാനൊരു കോളേജിൽ അധ്യാപകനായിട്ട് വിരമിച്ച ആളാണ്. കോവിഡെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ പഠനത്തിലൊക്കെയാണ്. വൈഫ് വർക്ക് ചെയ്യുന്നു, വീട്ടിൽ ഫാദറും മദറും ഉണ്ട്, അവരൊക്കെ ഏജായിരിക്കുന്നു. എനിക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കൂടുതൽ ദൈവത്തിനോട് അടുക്കണം എന്നൊരു തോന്നൽ വന്നു. ഞാനപ്പോൾ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, നമുക്കൊരു ധ്യാനത്തിന് പോകാം. അപ്പോൾ എൻ്റെ അനുജൻ നന്നായി പ്രാർത്ഥിക്കുന്നയാളാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് ആലപ്പുഴയിലൊരു സ്ഥലമുണ്ട്, നമുക്കവിടെ പോകാം. അങ്ങനെ ഒരു ദിവസം രാവിലെ 3:30 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു. ഒരു 4:30 മണിക്കൊക്കെ ഏകദേശം ഈ ഗേറ്റ് തുറന്നു. ഞങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വലതുവശത്ത് മാതാവിൻ്റെ അടുത്തേക്ക് ആദ്യം പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് മുല്ലപ്പൂവിൻ്റെ വലിയ സുഗന്ധം. അപ്പം ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷേ അവിടെ ഒന്നും മുല്ലപ്പൂവില്ല. അപ്പം ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു, വല്ലാത്ത സുഗന്ധമുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, മാതാവ് പറഞ്ഞിട്ട് വന്നതല്ലേ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി എടുത്തു, തിരികെ വീട്ടിലേക്ക് പോയി. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് മാറ്റങ്ങളാണ്. ഒരുപാട് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടായി. സാധാരണ ഞാനങ്ങനെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും, ഇടയ്ക്ക് വൈഫ് പറയുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ കുമ്പസാരവും ഏകദേശം വർഷത്തിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ ഉള്ളൂ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കവനൻറ്റിനകത്തൊരു 6 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്തത് 2 ആഴ്ചയിലൊരിക്കൽ പോയി കൺഫെഷൻ കുമ്പസാരിക്കും, എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള ഭയങ്കര ഒരു മോട്ടിവേഷൻ. വീട്ടിൽ വൈകുന്നേരം മാത്രം കൊന്ത പഠിച്ചുകൊണ്ടിരുന്നതാണ്. രാവിലെയും വൈകിട്ടും കൊന്ത പഠിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയിലായി. മക്കളൊക്കെ ദൂരെയാണ്, ആ സമയത്ത് പഠിക്കുന്നതൊക്കെ ദൂരെയാണ്. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ 2ാമത് പുതുക്കി, 3ാമത് പുതുക്കി. കാരണം ഞാനൊരു നേട്ടത്തിന് വേണ്ടി വന്നതായിരുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ പറയുന്ന ഈ 6ഓളം നമുക്ക് കാര്യങ്ങൾ എഴുതാമല്ലോ, ഇതൊക്കെ എഴുതിയിരുന്നു. മക്കളുടെ ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ അതിനകത്ത് പറഞ്ഞിരുന്നു. നമ്മളുടെ പൊതുവായ ജീവിതത്തിലെ നിലവാരവും നമ്മുടെ വിശ്വാസികൾക്കുണ്ടാകേണ്ട അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാനിവിടെ വരുന്നു. വന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്യുന്നു. റൈറ്റിലേക്ക് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞു, സൂക്ഷിച്ച് പോകണേ എന്ന് പറയുന്നു. അദ്ദേഹം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഞാൻ 2 സൈഡിൽ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്തത്. പക്ഷേ എന്തോ ഒരു അൺലക്കായിരുന്നു. റൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ഇടത് കാലിലേക്ക് ഒരു സ്കൂട്ടർ വന്നിടിച്ചു. വളരെ വേഗത്തിലാണ് വന്നത്. എനിക്ക് കാല് മുട്ടിന് താഴോട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. അപ്പോൾ ഓടി വന്നു, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ്, അന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ്. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാനായിട്ട് മുകളിൽ കയറി തിരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി. എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പോലും അറിയത്തില്ല. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. ഒരു വർഷത്തേക്ക് ഏകദേശം 3 ഉടമ്പടി പുതുക്കി, 4ാമത്തെ ഉടമ്പടി പുതുക്കുന്നു. ഞാൻ ആദ്യം ഈ കവനൻ്റ് എടുക്കുന്നത് ജൂലൈ 22 അടുത്ത ഒരു ജൂലൈ 23 ആയപ്പോഴത്തേക്ക് ഒരു സാറ്റർഡേ എനിക്കൊരു വല്ലാത്ത സ്റ്റൊമക്ക് പെയിൻ. ഒരു 7 മണിയൊക്കെ ആയിക്കാണ്. ഞാൻ അന്നേരം ഒത്തിരി ദൂരം വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചവിടെ വന്നിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്ക് വയറിലൊരു വല്ലാത്തൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവിടെ തേനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്ക് ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ തൈലം വയറിൽ കുരിശ് വരച്ചു. ഞാൻ ഈ തേൻ ഒരു 3 തുള്ളി എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേദനകളൊക്കെ പോയി. ഞാനൊന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ആരോ തട്ടുന്ന പോലൊരു തോന്നൽ. അപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് വളരെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോകണം, നിർബന്ധമാണെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഇളയ മകൾ മെഡിസിൻ്റെ ഫൈനൽ ഇയറാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിർബന്ധമായും പോയിരിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും മടിച്ചു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ ആ സെറ്റിൽ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് മാതാവ് തന്നെയാണ് വന്നും തട്ടിയിട്ട് പറഞ്ഞ് പോകണം. ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ എടുത്തു. ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു.
അങ്ങനെ സർജറിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. എന്നെ സർജറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനസ്തേഷ്യ എടുക്കുകയാണ്. അപ്പോൾ CT സ്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ്, അതുകൊണ്ട് വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. എനിക്കത്ര സീരിയസ് ആയിട്ടൊന്നും അന്നേരം തോന്നിയില്ല, കാരണം സ്റ്റൊമക്ക് പെയിൻ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്തായാലും എനിക്ക് നല്ല പേടിയാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ തൈലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കുരിശൊക്കെ വരച്ച് വളരെ സന്തോഷമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ തിയേറ്ററിലേക്ക് പോയി. അനസ്തേഷ്യ ഇഞ്ചക്ഷൻ എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 8-10 സെക്കൻഡ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്കൊന്നും അറിയില്ല. ഞാൻ ആ സമയത്തൊക്കെ മാതാവിനെ കണ്ടുകൊണ്ടേയിരുന്നു. സർജറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാം. സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ സംസാരിച്ചതാണ്, വളരെ സീരിയസ് ആയിരുന്നു. ഈ അപ്പൻഡിക്സ് ഇൻഫെക്ഷനായിട്ട് അത് പൊട്ടി സ്റ്റൊമക്ക് കംപ്ലീറ്റ് സ്പ്രെഡായിപ്പോയി. ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നതിന് 10% ചാൻസ് പോലും ഇല്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ മാതാവിനെ കാണുകയാണ്. ഈ പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോഴൊക്കെ ഞാൻ മാതാവിനെ കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറയുകയാണ്, ഇത് 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഈ സ്റ്റൊമക്ക് വാഷ് ചെയ്തു. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഡോക്ടേഴ്സിനൊക്കെ ഇത് മനസ്സിലാവുമല്ലോ. സ്റ്റൊമക്ക് വാഷ് ചെയ്തു. അവർ ഭയങ്കര ടെൻഷനിലായി. ആകെപ്പാട് 3 സ്വിച്ചർ എന്ന് വെച്ചാൽ കുത്തി തയ്ക്കുന്ന 3 എണ്ണമാണ് ഇടേണ്ടത്. പക്ഷേ അത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കാരണം പ്ലാങ്ക്ടനെ പോലെ ഇരിക്കുകയാണ് ആ സ്കിന്നൊക്കെ. സ്വിച്ചർ ചെയ്യാനായിട്ട് അത് എടുത്ത് വെക്കുന്ന സമയത്ത് അത് അത്രയും ഭാഗം പൊട്ടി ഇങ്ങ് വരിക. പക്ഷേ ഒരല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറയുക, എങ്ങനെ എന്ന് എനിക്കറിയില്ല, അത് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, 7 ദിവസമെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് ഹീൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റൂ, അല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഡിസിഷൻ എടുത്തതാണ്. അവിടെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കിട്ടി. ടൈം ഷോർട്ടനിങ് അവിടെ ഉണ്ടായി. ഇപ്പോൾ 7 ദിവസം കിടക്കേണ്ട ഞാൻ എന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് കൊണ്ടുവന്നു. ICU യൂണിറ്റിലാണ്. വൈകിട്ടായപ്പോൾ എൻ്റെ അടുത്ത് നടക്കാമെന്ന് ചോദിച്ചു. ഞാൻ നടന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിൽ കൊണ്ടുവന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇവിടെയൊക്കെ മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ്, ഈ മാതാവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കത്തില്ല. എനിക്ക് നന്നായിട്ടറിയാം. മോൾ വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഇത്ര നാൾ എന്തുകൊണ്ടാണ് ഇത് വെച്ചുകൊണ്ടിരുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിനൊരു 6 മണിക്കൂറിന് മുമ്പ് മാത്രമാണ് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എനിക്ക് വേദനയൊന്നും ഉണ്ടായില്ല. വേദന നന്നായി തുടങ്ങിയതാണ്. പക്ഷേ ആ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ എണ്ണയും അതുപോലെ ആ തേനും ഉപയോഗിച്ചത്. അത് വല്ലാതെ മാതാവിനെ അനുഗ്രഹിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, എനിക്ക് ഒരുപാട് അനുഗ്രഹം അതിനകത്തുനിന്ന് കിട്ടി. ഈ അടുത്ത സമയത്ത് പോലും മക്കൾ എന്നോട് പറഞ്ഞാണ്, എനിക്കൊക്കെ ജോലി കിട്ടിയല്ലോ, അത് കാണാൻ ഒട്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയും സന്തോഷമുണ്ട് മാതാവിൻ്റെ അടുത്ത്. എന്നെ ഒരുപാട് വളർത്തി. കാരണം എനിക്ക് സാധാരണ ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ട് ആയിരുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ ഒരിക്കലും ഒരു സെൻറ്റിമെൻ്റൽ ഇതിലേക്ക് പോകുന്നതല്ല. നമുക്ക് കോളേജിലെ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇതൊരു പ്രശ്നമേ അല്ല. പക്ഷേ എനിക്കിത് പറയുമ്പോഴത്തേക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഞാൻ പഠിപ്പിച്ച 1000 എത്രയോ 1000 കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ പത്രം കൊടുക്കുന്നോ? ഞാൻ പറഞ്ഞു, കൊടുക്കുന്നു. എനിക്കെന്താണ് അതിനകത്ത് പ്രശ്നം? നല്ല കാര്യമല്ലേ, മാതാവിനെക്കുറിച്ച് അറിയുക, നിങ്ങൾ വായിക്കുക. ചിലരെന്നെ വിളിച്ച് പറഞ്ഞു, സാർ ഇത് പറഞ്ഞതല്ലേ, ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പോകാം. ഒരുപാട് പേര് വന്നു. ഞാൻ ചിലരെയൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ ക്രിസ്ത്യൻ ഇതിനകത്തല്ലാത്തവരും വന്നിട്ടുണ്ട്, അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു, മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാതാവെല്ലാം നോക്കും. അപ്പോൾ എനിക്ക് 2 മക്കളാണ്. മൂത്തയാളുണ്ടായിരുന്നത് നാഗ്പൂർ NITയിലാണ്. അപ്പോൾ NITയിലായിരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അദ്ദേഹം പ്രോജക്റ്റൊക്കെ ഇവിടെ വന്നാണ് ചെയ്തത്. അപ്പോൾ മുന്നോട്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ അദ്ദേഹം ടെസ്റ്റൊക്കെ എഴുതി. അത് മോളുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ വന്നതാണ് കുടുംബമായിട്ട്. പക്ഷേ അതൊന്നും പറ്റിയില്ല. ഇന്നിപ്പോൾ ISROയിൽ സയൻറ്റിസ്റ്റാണ്. ഇന്ത്യയിലാകെ 38 വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരാൾ, അത് മകളാണ്. 3 മാസം മുമ്പ് ജോയിൻ ചെയ്തു. മാതാവിനോട് ഒരുപാട് നന്ദി. അത് മാത്രമല്ല, ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബാംഗ്ലൂർ വെച്ചാണ് ഇൻ്റർവ്യൂ. ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അമ്മയും ഇളയ മകളും കൂടെയാണ് കൂടെ പോകുന്നത്. വീട്ടിൽ ഫാദറും മദറും ഒക്കെ ഏജായിരിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ പോകാൻ പറ്റിയില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു.
ഒരുപാട് അനുഗ്രഹങ്ങൾ. എല്ലാവർക്കും ഇതുണ്ടാകണമെന്നാണ് ഞാൻ പറയുക. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് ഏറ്റവും വലിയൊരു ഏണിപ്പടിയാണ് ഈ മാതാവും തിരുക്കുമാരനും. അപ്പോൾ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യണം. വിശ്വാസം നമ്മളെ ജീവിതാവസാനം വരെയും അതിനുശേഷവും രക്ഷിക്കും. ഉടമ്പടി വസ്തുക്കൾ, ഈ ഉപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നതാണ്. എനിക്കൊരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിനായാലും അല്ലെങ്കിലുമൊക്കെ ഞാൻ ഈ കാശ് രൂപം കയ്യിലെപ്പോഴും ഉണ്ടാകും. ഒരു തടസ്സം ഉണ്ടായിട്ടില്ല, ഒരു കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. വീട്ടിലെ ഫാദറൊക്കെ ഒരുപാട് വയസ്സായിരിക്കുന്നവരാണ്. അദ്ദേഹം ഒരു 28 ദിവസത്തോളം ഒരു ഓർമ്മയില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്, മാതാവേ, ഇവിടെ അവസാനിക്കുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരരുത്, അല്ലെങ്കിൽ 3 ദിവസത്തിനകം നടത്തി വീട്ടിൽ കൊണ്ടുവരണം. എനിക്കത് എങ്ങനെ പറയണമെന്നറിയത്തില്ല. 3-ാമത്തെ ദിവസം ആൾ നടന്നു, വീട്ടിൽ വന്നു. ഇപ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യും, ഒരു പ്രശ്നമില്ല, പ്രാർത്ഥിക്കാൻ കൂടും, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാതാവ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ വൈഫ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതെല്ലാം മാതാവിൻ്റെ സംരക്ഷണയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളും എല്ലാവരും ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതിനകത്ത് മാതാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശക്തിയാണ്. അനുഗ്രഹം അതുപോലെ അനുഗ്രഹം കിട്ടുന്നതാണ്. ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റമുണ്ടായി. ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകണം, നമുക്ക് വലിയ മനസ്സമാധാനം ഉണ്ടാകും. നമുക്ക് ടൈം എടുക്കും പല കാര്യത്തിലും. നമ്മൾ ഉടമ്പടി എടുത്ത് 2 പുതുക്കി കഴിയുമ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിക്കരുത്. ഞാനിപ്പോൾ 12-ാമത്തെ പുതുക്കാണ്. വെള്ള പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരിക്കൽ പോലും ഓരോ പ്രാവശ്യം വന്ന് ഞാനിത് റിന്യൂ ചെയ്യുമ്പോഴും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു ദുഃഖം എനിക്കുണ്ടായിട്ടില്ല. ഏറെ സന്തോഷമാണ്. അതുപോലെ വളരെ എൻ്റെ മകള് മെഡിസിൻ്റെ 4th ഇയർ ലാസ്റ്റ് ഇയർ എക്സാം എഴുതുന്നു. 2-ാമത്തെ എക്സാം എഴുതിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ വളരെ നന്നായിട്ട് എഴുതി, എന്നെ പപ്പാജി എന്നാണ് വിളിക്കുക, നന്നായിട്ട് എഴുതി എന്ന് പറയുന്നു. 2:30 എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അവരുടെ മെസ്സിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്, അത് ഇൻഫെക്ഷനായി. ഒരു 5 മണിയായപ്പോൾ പറയുന്നു, എനിക്ക് ഒട്ടും വയ്യ, പനിയാണ്, നാളെ എഴുതാൻ പോകാൻ പറ്റുമെന്നറിയില്ല, എല്ലാവർക്കും എക്സാമാണ്, ഹോസ്പിറ്റലിലോട്ട് പോകാനും ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവിടെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, തേനും ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉപയോഗിക്ക്, മോക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 6 മണിയായപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻറ്റി ഇവിടെ മെഡിസിനിലുണ്ട്, ഞാനൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റി. ഒക്കെ മാതാവിൻ്റെ അനുഗ്രഹം. എല്ലാ കാര്യത്തിലും മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും ഏറെ നന്ദി അർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ